ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഈ സമൃദ്ധയുടെ ഫാമിലി ഒക്കെ എവിടെയാ? അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ? അത് പിന്നെ എല്ലാവരും ഉണ്ട്. എന്ന് പറഞ്ഞ എവിടെ എല്ലാരും? അതൊക്കെ ഞാൻ പിന്നെ പറയാം. പോട്ടെ, ഹോസ്പിറ്റലിൽ രാജുവേട്ടൻ തനിച്ചല്ലേ? എന്തൊരു ധൃതിയായത്. വന്നിങ്ങോട്ട്. ദാവീദ് ഈ അപകടം നേരിട്ട് കണ്ട ആളല്ല. അയാൾക്ക് അറിയാവുന്ന വിവരങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ട്രാഫിക് ഉള്ള ഒരു റോഡല്ല അത്. ഈ സംഭവം നടന്നതിന്റെ തൊട്ടപ്പുറത്തായി ഒരു പെട്ടിക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സംഭവം നടക്കുന്ന സമയത്ത് തുറന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഇത്തരം കേസുകളിൽ ഇപ്പൊ പോലീസിനെ സഹായിക്കുന്നത് CCTV ക്യാമറകളാണ്. അന്ന് ആ ഏരിയയിലെങ്ങും CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. ഏത് ഹോസ്പിറ്റലിലേക്കാണ് സാർ കൊണ്ടുപോയത്? അത് അന്വേഷിക്കായിരുന്നില്ലേ? അത് ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല. അടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലൊന്നും പറയാൻ കഴിയില്ല, ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ. അവിടെ ഈ പറയുന്ന പോലെ ആക്സിഡന്റ് കെയറും കാഷ്വാലിറ്റിയും ഒന്നും ഉള്ളൊരു സെറ്റപ്പ് അല്ല. രാത്രി ഡോക്ടേഴ്സും ഉണ്ടാവാറില്ല. പിന്നെ കുറച്ച് സൗകര്യങ്ങളുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉള്ളത് 12 കിലോമീറ്റർ അപ്പുറത്താണ്. അത് ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ലാത്തതുകൊണ്ടും പരാതികളൊന്നും കിട്ടാത്തതുകൊണ്ടും പിന്നീട് അതിന് പുറകെ പോയില്ലെന്നതാണ് സത്യം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. താങ്ക് യു. ആ, ശരി. സച്ചി, നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ പോയെന്ന് അന്വേഷിച്ചാലോ? അതേക്കുറിച്ച് ഓർത്ത് സച്ചി ടെൻഷൻ അടിക്കണ്ട. അവിടെ അന്വേഷിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അവിടെ നിന്നുള്ള വിവരം കിട്ടും. സച്ചി ഒന്നുകൊണ്ടും നിരാശപ്പെടണ്ട. അർച്ചന സഞ്ചരിച്ച അതേ വഴിയിലൂടെ തന്നെയാ നമ്മൾ സഞ്ചരിക്കുന്നത്. അധികം താമസിയാതെ അർച്ചന എവിടെയാണെന്നുള്ള വിവരം നമുക്ക് കിട്ടും സച്ചി. താനും രാജീവും തമ്മി പ്രേമിച്ചാ കല്യാണം കഴിച്ചതല്ലേ? അതെ, ഞങ്ങള് പണ്ടേ ഇഷ്ടത്തിലായിരുന്നു. അമ്മയ്ക്കും ഗോകുലിനും പക്ഷേ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? നിങ്ങൾ ഒളിച്ചോടിയോ? അങ്ങനെ ഒരുപാട് ദൂരമൊന്നും ഓടേണ്ടി വന്നില്ല. ഒരു അമ്പലത്തിൽ പോയങ്ങ് മാലയിട്ടു. രജിസ്റ്റർ ഓഫീസിൽ പോയി മാരേജ് രജിസ്റ്ററും ചെയ്തു. എന്നിട്ടെന്താ, രാജീവേട്ടനും കൂട്ടി ഞാൻ നേരെ എന്റെ വീട്ടിലേക്ക് പോയി. വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ച ചെറുക്കനെ കൊണ്ട് പെണ്ണ് അവളുടെ വീട്ടിലേക്ക് പോയെന്നോ? അത് കോമഡിയാണല്ലോ. ഇപ്പൊ ആലോചിക്കുമ്പോ കോമഡിയാ, പക്ഷേ അന്ന് അനുഭവിച്ച ടെൻഷൻ, അയ്യോ, അതാലോചിക്കാനേ വയ്യ. അന്നത്തെ സാഹചര്യം അതായതുകൊണ്ട് അങ്ങനെ വേണ്ടി വന്നു. നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിലാണ് രാജീവിന് അപകടം പറ്റിയതല്ലേ? അല്ല, അതിന്റെ പിറ്റേന്നാ. എന്തൊരു ഷോക്കിംഗ് ന്യൂസാ അത്. വീട്ടുകാരുടെ സമ്മതമില്ലാതെ സ്നേഹിച്ചൊരാളെ കല്യാണം കഴിക്കുക, കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം ഹസ്ബൻഡ് വലിയൊരു അപകടത്തിൽപ്പെടുക, അതിൽ അയാളുടെ ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോവുക. ശിശിരെ സമ്മതിക്കണം. ശിശിരയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത കട്ടിലിൽ ഞാനും തളർന്നു കിടന്നേനെ. അയ്യോ, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. തന്റെ അവസ്ഥ ഓർത്തിട്ട് പറഞ്ഞു പോയതാ. രാജീവിന് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്ക് സ്വാഭാവികമായും ശത്രുക്കൾ ഉണ്ടാകും. പക്ഷേ രാജീവേട്ടന്റെ അവസ്ഥ ഇത്രയ്ക്ക് മോശമാവാൻ മാത്രം ശത്രുത ആർക്കെങ്കിലുമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. തലനാരിഴയ്ക്ക രാജീവേട്ടൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്റെ രാജീവേട്ടനോട് ഇത് ചെയ്തത് ആരായാലും അവര് പാമ്പ് കടികൊണ്ട് ചാവും.
ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. രാജീവ് എപ്പോഴെങ്കിലും തന്റെ ഏതെങ്കിലും ശത്രുക്കളെ കുറിച്ച് ശിശിരോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആരെക്കുറിച്ചും എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും രാജീവേട്ടനോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അതാരായാലും എന്റെ ശാപം ഫലിക്കും, അതുറപ്പാ. ഉറപ്പായിട്ടും ഫലിക്കോ? ഉറപ്പായിട്ടും ഫലിക്കും. രാജീവേട്ടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. പുറമേ കാണുന്നവർക്ക് പരിക്കനാണെന്ന് തോന്നുമെങ്കിലും ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവവും ചെയ്യാത്ത ആളാ എന്റെ രാജീവേട്ടൻ. ശിശിരെ വിഷമിക്കണ്ട, എന്തായാലും ACP അന്വേഷിക്കുന്നുണ്ടല്ലോ, എല്ലാം ശരിയാവും. നീ പൊടി പുല്ലേ, നിന്റെ ഒരു ശാപവും എനിക്ക് കേൾക്കില്ല. നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. അതിനാ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അല്ലാതെ നിന്നെ ആശുപത്രി കൊണ്ടുവിടാൻ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. നമുക്ക് ഒരു കരിക്ക് കുടിച്ചാലോ? അതിനെന്താ, കുടിക്കാലോ. ഞാൻ ശിശിരോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്താ? എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ആളാ സമൃദ്ധ. ഇത്രയും നന്മയുള്ളൊരു ഭാര്യയെ കിട്ടിയ ഗോകുൽ ശരിക്കും ഭാഗ്യവാനാ. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പാവമാ സമൃദ്ധ. നീ പറഞ്ഞത് 100% ശരിയാ. ഒരു പരിചയമില്ലാതിരുന്നിട്ടും ഒരു ആപത്ത് വന്നപ്പോ എന്നെ മോളെ രക്ഷിച്ചതും ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവന്നതും സമൃദ്ധയാ. എത്ര നന്ദി പറഞ്ഞാലും ആ കടപ്പാട് തീരില്ല. സമൃദ്ധ അങ്ങനെയാ, ആർക്കും എന്ത് സഹായവും ചെയ്യും. പിന്നെ ചിപ്പിമോളെ കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അവളുടെ കാര്യത്തിൽ കരുതലും ഉണ്ട്. ആ കരുതൽ അവന്തികയോടും കാണിച്ചു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഇങ്ങനൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഈ സമൃദ്ധയുടെ ഫാമിലിയൊക്കെ എവിടെയാ? അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ? അത് പിന്നെ എല്ലാവരും ഉണ്ട്. എന്ന് പറഞ്ഞ എവിടെയാ എല്ലാരും? അതൊക്കെ ഞാൻ പിന്നെ പറയാം. പോട്ടെ, ഹോസ്പിറ്റലിൽ രാജുവേട്ടൻ തനിച്ചല്ലേ? എന്തൊരു ധൃതിയായത്. വന്ന ഇങ്ങോട്ട്. എന്നെ മോളെയും ഇത്രയേറെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത സമൃദ്ധയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ചോദിച്ചത്. നന്മയുള്ളൊരു അച്ഛനും അമ്മയ്ക്ക് മാത്രമേ ഇങ്ങനൊരു മകൾ ജനിക്കൂ. അത് പിന്നെ അവര് തമ്മിൽ പ്രേമിച്ചാ കല്യാണം കഴിച്ചേ. അർച്ചന ഗോകുലിനെ പ്രേമിച്ചെന്നോ? ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. ഇവളെന്തോ ഒളിപ്പിക്കുന്നുണ്ട്.